നമസ്കാരം. മൂവി ബ്രാൻഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വലിയ കണ്ടന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് തൊപ്പി എന്ന് പറയുന്ന നിഹാദിനെ കുറിച്ചുള്ള വാർത്തകളാണ്. അതായത് ഈ തൊപ്പി എന്ന് പറയുന്ന ആ ഒരു പേരിലുള്ള ഗെയിമർ അല്ലെങ്കിൽ സ്ട്രീമർ, അയാളെ പണ്ട് ഏത് തരത്തിലാണ് നമ്മളൊക്കെ കണ്ടിരുന്നത്? ഇത്രയും മോശമായിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് തെറി വിളിക്കുകയും അത്രമാത്രം ഈ ഡ്രസ്സിനകത്തൊക്കെ ചോളോ ചിപ്പ് പോലുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് ഭയങ്കര വികൃതമായിട്ടുള്ള രീതിയിലുള്ള ഒരു ബിഹേവിയറും തൊപ്പി നൽകിയിട്ടുള്ള ഇന്റർവ്യൂവിൽ നിന്ന് അയാളെ ആ വീട്ടുകാർക്ക് പോലും ഇഷ്ടമില്ല എന്നുള്ള തരത്തിലുള്ള പല കാര്യങ്ങളും ഒക്കെ കേട്ട വിലയിരുത്തിയിട്ടുള്ള ഒരു സമൂഹത്തിന് മുന്നിലായിരുന്നു തൊപ്പി. അയാളെ കണ്ടാൽ അടിക്കും എന്ന തരത്തിലായിരുന്നു പലപ്പോഴും ഇയാളെ ആളുകൾ ഏറ്റെടുത്തിരുന്നത്. പല സമയത്തും പല പൊതു മേഖലകളിൽ പൊതു ഏരിയയിലൊക്കെ പോകുമ്പോൾ പോലും തൊപ്പിയെ ആക്രമിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ മാറി കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് തൊപ്പി എന്ന് പറയുന്നത് ഒരു ബ്രാൻഡായിട്ട് മാറിയ ഒരു കാഴ്ചയാണ് നമ്മളൊക്കെ കണ്ടത്. ഒരുപാട് ആളുകളെ കൂട്ടുന്നു, അവരെ സ്നേഹത്തോടെ പരിപാലിക്കുന്നു. തൻ്റെ ജോലിക്കാരായിട്ട് വന്നിട്ടുള്ള തൻ്റെ സമാന പ്രായമുള്ള അല്ലെങ്കിൽ തന്നോടൊപ്പം നിൽക്കാൻ തൻ്റെ ആ ഒരു പിയർ ഗ്രൂപ്പിലുള്ള ആളുകളാണ് എന്ന് മനസ്സിലാക്കി അവർക്ക് വേണ്ടതെല്ലാം ചെയ്ത് അവരെ ഒരു കുടുംബത്തെ പോലെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാഴ്ചകളൊക്കെ കണ്ടതോടുകൂടിയാണ് ഈ തൊപ്പിയോടുള്ള ഇത്തരം ദേഷ്യങ്ങളൊക്കെ മാറി തുടങ്ങുന്നത്. പിന്നീട് തൊപ്പി വലിയ രീതിയിൽ ആളുകൾക്കുള്ളിലേക്ക് വരുന്നു. പിന്നീട് തൊപ്പി തന്നെ ആ വെളിപ്പെടുത്തലുമായിട്ട് രംഗത്തേക്ക് വരികയും ചെയ്തതാണ്. താൻ റീച്ചിന് വേണ്ടിയിട്ടാണ് ഇത്തരമുള്ള ക്രോപ്രായങ്ങളൊക്കെ ചെയ്തു കൂട്ടിയത്. ഇനി തനിക്ക് ആ ഒരു ഫേസ് വേണ്ട എന്നുള്ള തരത്തിൽ തൊപ്പി തന്റെ യഥാർത്ഥ മുഖം റിവീൽ ചെയ്യുന്നു. പിന്നീട് അങ്ങോട്ട് നല്ല നല്ല കണ്ടന്റുകൾ, നല്ല പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഈ അടുത്ത മ്യൂസിക് ആൽബം അടക്കം ഇറക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ് തൊപ്പി എന്ന് പറയുന്ന ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള നിഹാദം. ദശലക്ഷക്കണക്കിന് ആളുകളാണ് ഇയാളെ ഫോളോ ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ അയാളുടെ കൂടെയുള്ള ആ ഗ്യാങ്ങിലെ ചില ആളുകൾ ആ ഗ്യാങ്ങിൽ നിന്ന് വിട്ടുപിരിഞ്ഞതിന് ശേഷം നൽകുന്ന വെളിപ്പെടുത്തലുകൾ അത് നമുക്ക് വിശ്വസിക്കാവുന്നതിന് അപ്പുറത്തേക്കുള്ള കാര്യങ്ങളാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതായത് ഈ പറയുന്ന തൊപ്പി അയാളുടെ അതേ പിയർ ഗ്രൂപ്പിലുള്ള സ്വന്തം കുടുംബമാണ് എന്ന് പറഞ്ഞിട്ടുള്ള, സഹോദരനെ പോലെയാണെന്ന് പറഞ്ഞിട്ടുള്ള ആളുകളെ കൊണ്ടൊക്കെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിപ്പിച്ചു അല്ലെങ്കിൽ ജോലി ചെയ്യിപ്പിച്ചു എന്ന തരത്തിലൊക്കെയുള്ള ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഈ ഗ്യാങ് പൊളിയുമ്പോൾ അല്ലെങ്കിൽ ഈ ഗ്യാങ്ങിനുള്ളിൽ തല്ലിപ്പിരിയലുകൾ ഉണ്ടാകുമ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്ന അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കുറ്റങ്ങൾ പറയുന്നത് കൊണ്ട് തന്നെ എന്താണ് ഇവർക്കിടയിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ളൊരു ചോദ്യം അത്ര തന്നെ ഈ കാണുന്ന വ്യൂവേഴ്സിനുള്ളിലും വരുന്നുണ്ട്. എന്തായാലും തൊപ്പി എന്ന യൂട്യൂബർ മുഹമ്മദ് നിഹാദിനെതിരെ ഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തലുമായിട്ടാണ് ഇപ്പോൾ സുഹൃത്തുക്കൾ രംഗത്തേക്ക് നിലവിൽ വന്നിരിക്കുന്നത്. നിഹാദിന്റെ MRS ഗ്യാങ്ങിൽ ഒപ്പമുണ്ടായിരുന്ന മമ്മു എന്ന് പറയുന്ന മുഹമ്മദും ഷമീറുമാണ് തൊപ്പിക്കെതിരെ നിലവിൽ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്തുള്ളത്. നിഹാദും താനും കുട്ടിക്കാലം മുതൽ സുഹൃത്തുക്കളായിരുന്നെന്നും ആ ബന്ധം വെച്ചാണ് അവനുമായി ചേർന്ന് ഗ്യാങ് സ്ട്രീമിംഗ് തുടങ്ങിയതെന്നുമാണ് ഷമീറിന്റെ വെളിപ്പെടുത്തൽ. ക്യാമറയിൽ കാണാത്ത ഒരു രൂപവും സ്വഭാവവുമാണ് യഥാർത്ഥത്തിൽ തൊപ്പിക്കുള്ളതെന്നാണ് ഇവരിപ്പോൾ പറയുന്നത്. അത് ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് മാത്രം അറിയുന്ന കാര്യമാണെന്നും അടിമകളെ പോലെയാണ് ഈ കാണുന്ന ഈ തൊപ്പിയുടെ ഗ്യാങ്ങിൽ ഉണ്ടായിരുന്ന ഓരോ ആളുകളെയും ഇയാൾ ട്രീറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതുമാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ലൈവ് തീർന്നു കഴിഞ്ഞാൽ പച്ച തെറി വിളിക്കുകയും അസഭ്യവർഷം ചെരിയുകയും ചെയ്യുന്ന രീതിയായിരുന്നു തൊപ്പിയുടേത് എന്നാണ് വെളിപ്പെടുത്തൽ. മുഖത്ത് കാലുകൊണ്ട് ചവിട്ടുന്നു, ശാരീരികമായിട്ടുള്ള ഉപദ്രവങ്ങൾ നടത്തുന്നു. തൊപ്പിയുടെ ഭാഗത്തു നിന്നും നേരിട്ടത് കഠിനമായിട്ടുള്ള പീഡനം, ഗാർഹിക പീഡനം പോലുള്ള ഒന്നാണ് എന്നൊക്കെയാണ് മുഹമ്മദും ഷമീറും തുറന്നടിക്കുന്നത്. തങ്ങൾ താമസിച്ചിരുന്ന വീട്ടിൽ 2 മെസ്സാണ് ഉണ്ടായിരുന്നത്. തങ്ങൾക്ക് ചോറും രസവും ഒക്കെയാണ് നൽകുന്നത്. നിഹാദിന് ഈ പറയുന്ന തൊപ്പിക്ക് ചിക്കൻ ഫ്രൈ അടക്കമുള്ളവ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി നൽകുന്നു. മമ്മുവിന്റെ വീട് ചോർന്നൊലിക്കുന്ന അവസ്ഥയിലാണ്, അയാൾ എപ്പോഴും സഹായിക്കുന്നവനാണ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. പക്ഷെ അങ്ങനെയാണെങ്കിൽ അവന്റെ കൂടെ ജീവിക്കുന്ന ഈ മമ്മുവിന്റെ വീട് ഇന്ന് ഈ അവസ്ഥയിലാകുമോ എന്നൊക്കെയാണ് ഇവർ ചോദിക്കുന്നത്. ഒരു രൂപ പോലും നിഹാദ് സഹായിക്കാതിനാൽ പഞ്ചായത്തിൽ നിന്നുള്ള സാമ്പത്തിക സഹായം ഉപയോഗിച്ചാണ് ഇയാളുടെ വീടടക്കം നന്നാക്കിയതെന്നും വീഡിയോ ചെയ്യാൻ അസൗകര്യം അറിയിച്ചപ്പോൾ മമ്മുവിനെ കട്ടിലിരുത്തി മുഖത്ത് ചവിട്ടിക്കൊണ്ടാണ് തൊപ്പിയുടെ ഭാഗത്തു നിന്നൊരു റിയാക്ഷൻ ഉണ്ടായതെന്നൊക്കെ അതിഗുരുതരമായിട്ടുള്ള ചില പ്രതികരണങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. 2.5 വർഷക്കാലം തൊപ്പിയുടെ കൂടെ ജോലി ചെയ്തിട്ടും ഒരു രൂപ പോലും ശമ്പളമായി നൽകിയില്ല എന്നും ഈ കൂട്ടർ പറയുന്നു. കേട്ടാൽ ആർക്കും അറപ്പ് തോന്നുന്ന തരത്തിലുള്ള ജോലികൾ തങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചു. തൊപ്പിയുടെയും റാംബോയുടെയും അടിവസ്ത്രങ്ങൾ വരെ അലക്കേണ്ടി വരുന്ന ഗതികേടിലായിരുന്നു തങ്ങളെന്നും തന്റെ മുഖത്ത് അടി വീഴുന്ന അവസരമടക്കം ഉണ്ടായിട്ടുണ്ടെന്നും ഇവർ വെളിപ്പെടുത്തുന്നു.
പൈസയോ ചായയോ തരാത്ത രീതി എല്ലാം ഫേക്കായിട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആർക്കെങ്കിലും 2 രൂപ കൊടുക്കണമെങ്കിൽ അത് ക്യാമറയ്ക്ക് മുന്നിൽ മാത്രമാണ് നിഹാദിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഒരാൾക്ക് 2 രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൽ 10 രൂപ തിരികെ നേടാൻ സാധിക്കുമെന്ന് ഉറപ്പ്, സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ആകുമെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ മാത്രമാണ് തൊപ്പി എന്ന് പറയുന്ന നിഹാദ് അത്തരത്തിൽ പ്രവർത്തിക്കൂ എന്നൊക്കെയാണ് ഈ കൂട്ടത്തിലുള്ള ഇവർ തന്നെ പറയുന്നത്. തന്റെ സഹോദരിയുടെ വിവാഹത്തിന്റെ സമയത്ത് പൈസ ചോദിച്ച സമയത്ത് പോലും തരാൻ പറ്റില്ലെന്നായിരുന്നു ഇയാളുടെ പ്രതികരണമെന്നും ഇതുമായി ബന്ധപ്പെട്ട തർക്കമുണ്ടായപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെ പറഞ്ഞ് തന്നെ ഇറക്കിവിടാനുള്ള രീതിയും തൊപ്പിയുടെ ഭാഗത്തു നിന്നുണ്ടായതൊക്കെ പറയുന്നുണ്ട്. തൊപ്പി പറയുന്ന കാര്യങ്ങളെല്ലാം നടപ്പാക്കുന്നത് റാംബോ ആണ് എന്നാണ് ഇവർ പറയുന്നത്. അവന്റെ ആവശ്യത്തിന് മാത്രമാണ് പണം തരുന്നത്. അതിൽ നിന്ന് ഒരു ചായ കുടിക്കാൻ പോലും കാശ് ചോദിച്ചാൽ തരില്ല. 30 രൂപയ്ക്ക് മുകളിൽ പോകരുത് എന്നാണ് ഒരു ചായ കുടിക്കാൻ വേണ്ടി ചോദിക്കുമ്പോൾ തരുന്ന കാശിനെ കുറിച്ച് അവർ പറയുന്നതെന്നും വളരെ ഗുരുതരമായിട്ടുള്ള ഒരു രീതിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതൊക്കെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടപ്പോൾ വരുന്ന പ്രതികരണം. എന്തായാലും നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നതല്ല യാഥാർത്ഥ്യം എന്നത് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇവരിപ്പോൾ ഇവരുടെ ഗ്യാങ്ങിനിടയിൽ നിന്നുണ്ടായിട്ടുള്ള പ്രശ്നത്തിനെ തുടർന്നാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് വരുന്നത്. ഒന്നുകിൽ ഈ തൊപ്പി കാണിച്ചിരിക്കുന്ന ഇത്തരം ചെറ്റത്തരങ്ങൾ അത് അയാളുടെ മുഖം വ്യക്തമാകണം, ജനങ്ങൾക്കിടയിൽ വ്യക്തമാകണം എന്നുള്ള ഒരു ഉദ്ദേശശുദ്ധിയോടെ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന കൂട്ടർ വന്ന് സോഷ്യൽ മീഡിയയിൽ പ്രതികരണങ്ങൾ നടത്തുന്നു, അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നു. അതല്ല എങ്കിൽ അവരുദ്ദേശിച്ച രീതിയിൽ തൊപ്പി നിന്നില്ല എങ്കിൽ അതിന്റെ ഭാഗമായിട്ട് നന്ദികേട് കാണിച്ചുകൊണ്ട് തൊപ്പിയെ തന്നെ തകർക്കാൻ വേണ്ടി അയാൾക്കെതിരെ ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം. ഇതിലേതാണ് വസ്തുത എന്നുള്ളത് ഇനി പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും ഇത്തരത്തിൽ പരസ്പരം തല്ലിയും പഴിചാരിയും നടക്കുന്ന രീതികൾ കാണുമ്പോൾ നമ്മൾ ഇത്രയും കണ്ടിരുന്ന ആ ഒരു ഹാപ്പി മൊമെന്റ്സ് അത് യഥാർത്ഥത്തിൽ ഫേക്ക് ആയിരുന്നു എന്നുള്ള തരത്തിലാണ് കാര്യങ്ങൾ വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ യൂട്യൂബറായിട്ടുള്ള റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യുന്ന സായി കൃഷ്ണയെ പോലുള്ള നിരവധി ആളുകൾ ഈ വിഷയത്തിൽ സംസാരിച്ച് രംഗത്തേക്ക് വരുന്നുണ്ട്. അവരൊക്കെ തന്നെ പറയുന്നത് ഈ പറയുന്ന തൊപ്പിക്ക് ചില മാറ്റങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ്. ചെറുപ്പത്തിൽ മുതൽ തൊപ്പിയുടെ ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇൻഫ്ലുവൻസറായിട്ട് വന്ന കാലം മുതലുള്ള ഒരു ബന്ധം തങ്ങൾക്കുണ്ടായിരുന്നു എന്നും, പക്ഷേ തൊപ്പിയുടെ മാറ്റം കാരണം താൻ അയാളിൽ നിന്ന് മാറി നിൽക്കുകയാണെന്നാണ് സായി തുടക്കത്തിൽ തന്നെ തൊപ്പിയെക്കുറിച്ചുള്ള വിഷയത്തിൽ ഇപ്പോൾ പ്രതികരണം നടത്തുമ്പോൾ പറയുന്നത്. അതായത് അയാളിൽ വരുന്ന മാറ്റങ്ങൾ അത് സ്വാഭാവികമായിട്ടും അയാളുടെ ഗ്യാങ്ങിൽ ഒരു പ്രശ്നമുണ്ടാകുമെന്ന് നേരത്തെ തന്നെ താൻ മണത്തറിഞ്ഞുവെന്നും താൻ തൊപ്പിയോട് പല കാര്യങ്ങളും സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ അത് അയാൾ മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെ താൻ അതിനെക്കുറിച്ചൊന്നും വിശദമായിട്ട് സംസാരിച്ചിട്ടില്ല എന്നുമൊക്കെ സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള സായി കൃഷ്ണ പറയുകയാണ്. എന്തായാലും അത്തരത്തിൽ സായി ഒരു കാര്യം പറയുമ്പോൾ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ പ്രതികരണം നടത്തുമ്പോൾ അതിന് നിരവധി ആളുകൾ കമന്റുമായിട്ട് പ്രതികരണവുമായിട്ട് രംഗത്ത് വരുന്നുണ്ട്. കാരണം ഇവരൊക്കെ തന്നെയാണ് ഈ പറയുന്ന തൊപ്പിയുടെയും പ്രേക്ഷകർ എന്നുള്ളതാണ്. ആ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് നിരന്തരമായിട്ട് പല കമന്റുകളും ഒരു വശത്ത് തൊപ്പിയെ സപ്പോർട്ട് ചെയ്ത് മറുവശത്ത് തൊപ്പിക്കെതിരായിട്ടുമുള്ള പ്രതികരണങ്ങളാണ് വരുന്നത്. അതിൽ പ്രധാനമായിട്ടും തൊപ്പിക്ക് കൂടെ ചേർന്ന് നിൽക്കുന്ന ചില കമന്റുകളുണ്ട്. തൊപ്പിക്ക് അനുകൂലമായിട്ട് വരുന്ന കമന്റുകൾ എന്ന് പറയുന്നത് ആൾക്കാരെ പറ്റിക്കുക എന്നത് അറിഞ്ഞിട്ടും ക്യാഷ് കിട്ടുമായിരുന്നിട്ടും ഇങ്ങനെ സ്ട്രീം ചെയ്തത് കൊണ്ടാണ് ഇവരൊക്കെ ഇത് പിടിച്ചു നിൽക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ കാണുന്നവരാണ് മണ്ടന്മാർ എന്ന തരത്തിലൊക്കെയാണ് പ്രതികരണം വരുന്നത്. അതേസമയം പാല് കൊടുത്ത കൈക്ക് തന്നെ ഇവരൊക്കെ തിരിച്ചു കടിച്ചല്ലോ, തൊപ്പി ഇവരെ സ്വന്തം അനിയനെയും സഹോദരങ്ങളെയും ഒക്കെ പോലെ കൊണ്ടു നടന്ന് തൻ്റെ ഫെയിമിൽ ഇവരെയൊക്കെ വളർത്തിയതിനു ശേഷം ഇപ്പോൾ അവർ തനിക്കെതിരെ നിന്നല്ലോ എന്ന തരത്തിലൊക്കെ തൊപ്പിക്ക് സപ്പോർട്ട് ചെയ്തും നിരവധി ആളുകൾ വരുന്നുണ്ട്. എന്തായാലും ഇവർ ഇപ്പോൾ തൊപ്പിയുമായിട്ട് വിട്ടുപിരിഞ്ഞപ്പോൾ ഇവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ഫെയിം എന്ന് പറയുന്നത് അത് എൻ്റെ പേര് ഉപയോഗിച്ചു കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ താങ്കൾക്ക് അല്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവരൊക്കെ തന്നെ അത്തരം തന്നെ കൊണ്ടുണ്ടായ ഉപകാരങ്ങളൊക്കെ തന്നെ ഉപേക്ഷിച്ചു വേണം പോകാൻ എന്നുള്ള രീതിയിലാണെന്ന് തൊപ്പിയുടെ ഭീഷണി ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും തുടക്കത്തിൽ ഏറ്റവും കൂടുതൽ ഹേറ്റേഴ്സ് ഉണ്ടായിരുന്ന ഒരു വ്യക്തി പിന്നീട് തൻ്റെ പ്രവർത്തനങ്ങളിലൂടെ അല്ലെങ്കിൽ തൻ്റെ കൂടെയുള്ള ആളുകളെ ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോയതിൻ്റെ ഭാഗമായിട്ട് ഒരു സ്നേഹം പിടിച്ചു പറ്റിയിട്ടുള്ള പ്രേക്ഷകരുടെ സ്നേഹം പിടിച്ചു പറ്റിയിട്ടുള്ള തൊപ്പി എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ വീണ്ടും പഴയ അതേ അവസ്ഥയിലേക്ക് പോകുന്ന കാഴ്ചകളാണ് കാണുന്നത്. കൂടെയുള്ളവർ തന്നെ അയാൾക്കെതിരെ അതിഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു. ഈ പറയുന്ന തൊപ്പി എന്ന് പറയുന്ന യുവാവിൻ്റെ അടിവസ്ത്രമടക്കം കഴുകേണ്ടുന്നതിന് വേണ്ടി ആ പുരുഷന്മാരെ അല്ലെങ്കിൽ
ആ ബോയ്സിനെ അവർ കൂലിക്ക് നിർത്തി. പക്ഷെ ആ കൂലി പോലും കൊടുത്തില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. എന്തായാലും ഗുരുതരമായിട്ടുള്ള ചില കാര്യങ്ങളാണ്. തൊപ്പിയുടെ ആ ഒരു ഫേസ് തന്നെ, മുഖം മൂടി തന്നെ അഴിഞ്ഞു വീകുന്നു എന്ന തരത്തിലൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും ഈ കോൺട്രവേഴ്സി ഈ അടുത്തൊന്നും തീരാൻ പോകുന്നില്ല. കാരണം ഇത്തരം വിഷയങ്ങളൊക്കെ കൃത്യമായിട്ട് പ്രതികരിക്കുന്ന ഒരാളാണ് തൊപ്പി. ഈ പറയുന്നത് പോലെ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന, താൻ വിശ്വസിച്ചിരുന്ന, അല്ലെങ്കിൽ താൻ വിശ്വസിച്ചു എന്ന് തൊപ്പി പുറത്ത് കാണിച്ചിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള പ്രതികരണം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തൊപ്പിക്ക് എന്താണ് ഇതിൽ പറയാനുള്ളത് എന്ന് തന്നെയാണ് പ്രേക്ഷകരും കാത്തിരിക്കുന്നത്.